തൽക്കാലം നമുക്ക് ഒരു അബഹൻ ട്രിപ്പിനുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോട്ടെ. അപ്പം നമ്മൾ അബഹയിൽ എന്ന് പോണ് എങ്ങനെയാണ് എന്നുള്ള വിശേഷമൊക്കെ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജ് തീർന്നതാണെങ്കിൽ പറയാം. कार इंजन आउट कम्प्लीटली तो बैटरी واحد سنة بس كنا قلت له سنة لكن هذا ما 1 سنة لكن هو يقدر 3 سنة كذا. സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശായിട്ട് തരണമെന്നുണ്ടെങ്കിൽ 10 റിയാൽ എനിക്ക് കമ്മീഷനായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറച്ച് ഫുഡ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ പൂച്ചയ്ക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെയിലായതുകൊണ്ടാണ് അതൊന്നും വന്നില്ലെന്നൊന്നും. അതൊക്കെ അത് വാടി കരിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചൂടായി. യെസ്, അപ്പോൾ ഈ എൻ്റെ ഫേവറേറ്റ് സാധനം ഞാൻ കുറേ നാൾ തപ്പിയിടുന്ന സാധനമാണ് കേട്ടത്. ഇത് ചീസ് പേ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇന്ന് പല സ്ഥലത്തും പല പേരിട്ട് വിളിക്കും. ഇതൊരെണ്ണം എടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. അകത്ത് ചീസൊക്കെ വെച്ചിട്ടുള്ളത്. 2 റിയാലാണ് ഇതിൻ്റെ വില. എന്തായാലും ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അടിച്ച് കയറുന്നിട്ട് നല്ല വെയിലുണ്ട്. 48 ഡിഗ്രിയാണ് ഇന്നത്തെ ടെമ്പറേച്ചർ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി റിയാദ് പാർക്കിൽ പോയിട്ട് സ്റ്റാർട്ടാക്കിയപ്പോഴത്തേക്കും വണ്ടി ഒന്ന് ഇഴച്ചിലായിരുന്നു കേട്ടോ. അല്ല, ബാറ്ററി തീരാറായ കണക്കത്തൊരു ഇഴച്ചിട്ട് വന്നായിരുന്നു. അതിനുശേഷം വീടെത്തിയതിന് ശേഷം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ടാക്കിയപ്പോഴും സെയിം പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യം കട്ട് ഓഫായി, പിന്നെ വണ്ടി സ്റ്റാർട്ടായി, ഇഴച്ചിലായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ഗുബൂസ് വാങ്ങാനായിട്ട് ആ വണ്ടി എടുത്തപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി അടിച്ചു പോയി ഗോയ്സ്. അപ്പോൾ അതാണ് പ്രശ്നം. ഞാൻ കാണിച്ചു തരാം. യെസ്, അയ്യോ എന്താ ചൂട്. നമ്മൾ സംഭവം കർട്ടനൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബാറ്ററിയുടെ ചാർജ് തീർന്നതാണെങ്കിൽ പറയാം. യെസ്, അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ മുതലാളി എടുത്ത് പറഞ്ഞു ബാറ്ററി അടിച്ചു പോയി, ബാറ്ററി മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ മുതലാളി പറഞ്ഞു ഇസ്ത്രാക്കെന്ന് പറയും. ഈ 2 വണ്ടികൾ തമ്മിലിട്ടിട്ട് ബാറ്ററിയിലോട്ട് കണക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അത് ഫ്രണ്ടിൻ്റെ വീട്ടിലോണ്ടുണ്ട്. പുള്ളിക്കാരെ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കൊണ്ടുവന്ന് നമുക്ക് സ്റ്റാർട്ടാക്കിയിട്ട് പോയി പുതിയ ബാറ്ററി മേടിക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മാത്രമല്ല, കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്കൊരു 2 ആഴ്ചത്തേക്കൊരു ടൂർ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അബഹയിലേക്ക്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്യാം. ആദ്യത്തെ ട്രയലിൽ നമ്മൾ തോറ്റിരിക്കുന്നു. വീണ്ടും ബാറ്ററി അതിൻ്റെ കണക്ഷൻ തിരിച്ചും മറിച്ചൊക്കെ കൊടുക്കാൻ കേട്ടോ മുതലാളി. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഫൈനലി നമ്മളെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ എന്തായാലും ബാറ്ററി മാറ്റിയിട്ട് വരാം. യെസ്, كيريو روح هناك صح بالضبط. اول سويت العملية هذا هنا. اي جديد ثاني موجود. هذا باقي ثاني هذا هنا إشارة. ايوه معلوم هذا الكود ما ذيك الكود. ايوه. ഫൈനലി നമ്മളെ വണ്ടി സ്റ്റാർട്ടായി കിട്ടി. ഇനിയിപ്പോഴും നമുക്ക് എവിടെയെങ്കിലും ഓഫാക്കി നിർത്തി കഴിഞ്ഞാൽ പോയി. അതുകൊണ്ട് ഇനി വണ്ടി നമ്മൾ കട എത്തുന്നവരെ ഓഫ് ആക്കത്തില്ല കേട്ടോ. അടുത്ത് തന്നെയാണ്. അപ്പോൾ പുതിയൊരു ബാറ്ററി കട വന്നിട്ട് 2 എണ്ണം വന്നു. അതാണ് ഞാൻ അവിടെ വെച്ച് ചോദിച്ചത് കേട്ടോ, പഴയതാണോ പുതിയതാണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും പോയിട്ട് ബാറ്ററി കട എത്തിയിട്ട് കാണാം എത്ര റിയാലാവും എന്നുള്ള, എന്താണ് എത്ര വർഷം വാറണ്ടി എന്നൊക്കെ ഉള്ള അവിടെ ചെന്നിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോഴേ നമ്മളിതാ ഇതാണ് കേട്ടോ ബാറ്ററി കട. വണ്ടി എന്തായാലും ഓഫ് ആക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഫോൺ വിളിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഒരു ബാർഗെയിൻ കാണും. അഥവാ അവരുടെ തമ്മിൽ റേറ്റ് ഒത്തില്ലെന്നുണ്ടെങ്കിൽ വേറെ കടയിൽ പോകാൻ പറയും. പിന്നെ ഇത് സ്റ്റാർട്ടാക്കാനായിട്ട് ആ ബാറ്ററി കടയിൽ അവൻ്റെ കാല് പിടിക്കേണ്ടി വരും. അതിനെക്കാട്ടി വണ്ടി ഓണായി തന്നെ കിടക്കട്ടെ. പോയിട്ട് നമുക്ക് എന്തായാലും
എന്താണ് വിളിച്ചിട്ട് ഫോൺ കൊടുക്കാം. ഫൈനലി നമ്മൾ ബാറ്ററി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വാറണ്ടി കാർഡ്. വാറണ്ടി എത്ര വർഷമുണ്ടെന്നുള്ളത് ബാറ്ററി ഫിറ്റ് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അഴിച്ച് പറക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം. كل باتريا واحد سنة بس. كله يقدر واحد سنة لكن هذا ما واحد سنة لكن هو يقدر 2 سنة كده. أحسن. എന്തായാലും വാറണ്ടി കാർഡും ബാറ്ററി പേപ്പറും എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടോ. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശായിട്ട് തരാണെന്നുണ്ടെങ്കിൽ 10 റിയാൽ എനിക്ക് കമ്മീഷനായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ കാശ് ഇല്ല, നമ്മളെ ഷബക്ക അതായത് ATM കാർഡാണുള്ളത്. അപ്പോൾ നമുക്ക് ആ 10 റിയാൽ കിട്ടത്തില്ല. നമ്മൾ കാർഡ് അല്ലാതെ കടയിൽ പോയി ATM പോയി മാറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാർഡ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇനി വണ്ടി പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ ബാറ്ററി ഒക്കെ മേടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിന് എത്ര രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 290 റിയാലാണ് കേട്ടോ ആയത്. അമറോണിൻ്റെ ബാറ്ററിയാണ് മേടിച്ച് കഴിഞ്ഞത്. അത് കണക്ക് തന്നെ 1 വർഷത്തേക്കുള്ള വാറണ്ടിയും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ കൂടുതലും 1 വർഷം, ഇത്തിരി കൂടെയൊക്കെ പൈസ കൂടിയ ബാറ്ററിക്ക് 2 വർഷമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ 2 തവണ ഇതുവരെ ബാറ്ററി മാറ്റിയിട്ടുണ്ട്. ഈ 2 തവണയും ഒരേ വർഷത്തേക്കാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം എനിക്ക് തോന്നുന്നു മിക്കയിടത്തും 1 വർഷം വാറണ്ടി ആയിരിക്കും. പിന്നെ ഈ വാറണ്ടി കാർഡ് ഉണ്ടല്ലേ, ബാക്കിലാണ് ഒട്ടിച്ചത്. ഈ വാറണ്ടി കാർഡ് മാത്രമായിട്ട് കൊണ്ടുവരരുത്, വരുമ്പോഴത്തേക്കും ഈ സീൽ ചെയ്ത ബില്ലും കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് ബാറ്ററി വിശേഷം. അപ്പോൾ നമുക്ക് പോയിട്ട് റെഡി ആവണം. 3 മണിക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് നല്ല ചൂട് കേട്ടോ. കുളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ വെള്ളം പിടിച്ച് വെച്ചാലേ ബക്കറ്റിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിഗ്നൽ ഉണ്ടോ, സിഗ്നൽ ഈ വണ്ടികളെല്ലാം പോയതിന് ശേഷം നമുക്ക് കാർ റിവേഴ്സ് എടുത്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിവേ എന്തായാലും പോയിട്ട് അടുത്ത ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും കാണാം. അപ്പം നമ്മൾ അബഹയിൽ എന്ന് പോണ് എങ്ങനെയാണ് എന്നുള്ള വിശേഷമൊക്കെ അടുത്ത ഡ്യൂട്ടിയിൽ എല്ലാം കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഫൈനലി നമ്മൾ കാറ് ഫുള്ള് ക്ലോസ് ചെയ്തു കേട്ടോ. ക്ലോസ് ചെയ്തിട്ട് ചെറിയ രീതിക്ക് വിൻഡോസൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. അതേ കണക്ക് എന്നതാ ഈ ഒരു ഷീറ്റ് ഉണ്ടോ, ഇത് മറ്റേ ഇന്നലെ റിയാദ് പാർക്കിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് കിട്ടിയാണ് കേട്ടോ. അവിടെ ഈ ഫ്രീ ആയിട്ട് ഈ വെയിൽ കൊണ്ട് കിടക്കുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഫ്രീ ആയിട്ട് ഓരോന്ന് തന്നിട്ട് പോയി. ഏതോ ഒരു കമ്പനിയുടെയാണ് അത്. എന്തായാലും നല്ല രീതിക്ക് ഇതാ വിയർത്ത് കുളിച്ചു കേട്ടോ. 5 മിനിറ്റ് ആ ബാറ്ററി മേടിക്കാനായിട്ട് വെളിയിറങ്ങി നിന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. ഇത് വെള്ളം കോരി ഒഴിച്ചാൽ നല്ല ചൂടുണ്ട്. എന്തായാലും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. നമ്മൾ അത്രയും വെയിൽ കൊള്ളുന്നത്, സാധാരണ വെയിൽ കൊള്ളുന്നവർക്കാണെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല കേട്ടോ. വെയിൽ കൊള്ളാതിരുന്ന് കൊള്ളുന്നവർക്ക് നല്ല രീതിക്ക് ഏക്കും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറച്ച് ഫുഡ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ പൂച്ചയ്ക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെയിലായതുകൊണ്ടാണ് അതൊന്നും വന്നില്ലെന്ന് തോന്നുന്നു. അതൊക്കെ അത് വാടി കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചൂടായി. വൈകുന്നേരം പോകാൻ നേരത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആ ഒരു ടിന്നിൽ ഒഴിച്ചിട്ട് വേണം പോകാൻ. പാവം പൂച്ചകളൊക്കെ വന്നിട്ട് ഡോറിലൊക്കെ വന്നിട്ട് കൈയും കാലൊക്കെ ഇട്ട് തട്ടി ഉരയ്ക്കുന്നു കേട്ടോ. വെള്ളത്തിനായിരിക്കണം. എന്തായാലും റെഡി ആയിട്ട് കാണാം. 2 hours later. അപ്പോഴും മച്ചാമാരെ സമയം വന്നിട്ട് 4:17 ആയപ്പോഴത്തേക്കും നമ്മൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനാൻ എന്ന് പറയുന്നൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. നേരെ കാണുന്ന വെള്ള കളർ തന്നെ കേട്ടോ. അപ്പോൾ അവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ബർത്ത്ഡേ പാർട്ടി അതേ കണക്ക് തന്നെ ഈ കല്യാണത്തിനൊക്കെ ഇടുന്ന വെള്ള ഗൗണില്ലേ, അതിലൊക്കെ ഡിസൈൻ വർക്ക് ചെയ്യുന്ന ഒരു കടയാണ് കേട്ടോ അത്. അപ്പോൾ അത് എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ അയച്ചു തരുമ്പോഴത്തേക്കും ആ ലൊക്കേഷനിൽ കാണും ഏത് ഷോപ്പിലാണ്, എന്താണ് ആ ഷോപ്പ് എന്നൊക്കെയുള്ള എല്ലാം അതിൽ കാണും കേട്ടോ. അങ്ങനെ നോക്കിയെടുത്താണ്. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് വേറൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു അടിപൊളി ഒരു ഷോപ്പിംഗ് സംശയം എന്നാണെങ്കിൽ പറയാൻ കേട്ടത്. നമ്മളെ നാട്ടിലത്തെ തന്നെ മുസാണ്ട, നമ്മളെ പേപ്പർ ചെടി, എൻ്റെ നാട്ടിൽ മുസാണ്ട എന്നാണ് പറയുന്നത്. അത് കണക്ക് അരുളിപ്പൂ, അരുളിച്ചെടി, പിന്നെ മൊത്തം പനകളാണ് കേട്ടോ. ചെറിയ എന്തായാലും ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചാണ്ട് സെറ്റാക്കിയതാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ലൊരു പച്ചയായിട്ട് ഇരിക്കുന്നു. ഇത്രയും വെയിലടിച്ചിട്ടും നല്ല പച്ചയായിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ സമ്മതിക്കണം. അതേപോലെ തന്നെ നമ്മൾ അബഹൻ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ മുതലാളിയുടെ വീട്ടിലേക്ക് പോകുന്നത് 2 ആഴ്ച 20 ദിവസത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് കേട്ടോ പോകുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ഒരു അബഹൻ ട്രിപ്പിനുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടിച്ചു പൊളിക്കാനും അവിടെ പോയിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്യാനൊന്നും അല്ല കേട്ടോ പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ ഓട്ടോ ഉണ്ട്. അവിടെ ഒരു ഡ്രൈവർ ഉണ്ട് ആൾറെഡി, ഒരു UP കാരൻ. ഞാനും ജോജിയുമായിട്ട് അത്ര ചേർച്ചയിലല്ല. എന്തായാലും പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ മുതലാളിയുടെ ഓട്ടം തന്നെയായിരിക്കും കാണുന്നത്. അവിടെ പോക്ക് ഇവിടെ പോക്ക്, ബന്ധുക്കളെ വീട്ടിൽ പോക്ക്, അങ്ങനെയൊക്കെ തന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും പോകാനായിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് അബഹയിൽ കേട്ടോ. അബഹയിൽ നിന്നൊരു 80-100 കിലോമീറ്ററിന് പുറത്താണ് ഈ സ്ഥലം. മാത്രമല്ല ഖമീസ് മുഷിയാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ 35 കിലോമീറ്റർ വെളിയിലാണ് നമ്മൾ പോകുന്ന ഒരു വില്ലേജിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക വില്ലേജാണ്. ഒരു ബക്കാലെ പോകണമെങ്കിൽ തന്നെ 8-10 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം.
നമുക്ക് റിയാദ് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കഷ്ടം. എന്തായാലും പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മൾ വണ്ടിയിൽ വേറെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് എക്സ്പ്ലോറൊക്കെ ചെയ്ത് പോകാം. നമ്മൾ മുന്നേ ഒരിക്കൽ പോയിട്ടുണ്ട് കേട്ടോ അവിടെ. അതേ കണക്ക് തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് പോക്കാണ്. എന്താവുമെന്ന് അറിയത്തില്ല, പോയി നോക്കാം. നമുക്ക് കഴിഞ്ഞ തവണ പോയപ്പോഴത്തേക്കും നമ്മൾ കാറിൽ തന്നെയാണ് കൂടെ പോയത്, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവിടെ ചെന്നതിന് ശേഷം ഇത് കണക്ക് ഫുള്ള് ഒരു 20-25 ദിവസം നിന്നിട്ട് പിന്നെ കാർഗോ പാഴ്സൽ അയച്ചതിന് ശേഷം ഫ്ലൈറ്റിലാണ് വന്നത്. എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മൾ മുതലാളി 2 ദിവസം നിന്നിട്ട് തിരിച്ചു വന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഓടിച്ച് വരണ്ടേ എന്ന് വെച്ചിട്ട്, അല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഓടിച്ച് പോയതും. പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പുറകെ കാറിൽ വേറെ വണ്ടിയിൽ ഫാമിലിയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ മാത്രമായിട്ട് വിടാനൊരു പേടി. അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞ് കാറ് പാഴ്സൽ വിട്ടിട്ട് നീ ഫ്ലൈറ്റിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം സംഭവം പറഞ്ഞ കറക്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു റൂട്ടാണ്, ഒരു 1000 കിലോമീറ്ററിനൊക്കെ അകത്ത് വരത്തേ ഉള്ളൂ ഇവിടുന്ന്. എന്തായാലും ഒറ്റ റോഡാണ്, ഒരു ആളൊഴിഞ്ഞൊരു തിരക്കൊഴിഞ്ഞൊരു റോഡാണെന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്ന കണക്ക് ഈ പൊടിക്കാറ്റൊക്കെ അടിച്ചിട്ട് പേടിയായി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ കാണാൻ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം ഷൂട്ട് ചെയ്യും. എനിവേ നമുക്ക് നോക്കാം. സമയം വന്നിട്ട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 4:20 ആയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മളെ ചെല്ലക്കുട്ടിക്ക് നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് നോക്കിയേക്കണ്ടോ, ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയായി നോക്കട്ടെ, എത്രയായി 3317 ആയിട്ടോ. നമ്മൾ 5000-ലാണ് സാധാരണ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആദ്യം ഈ വണ്ടി തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യട്ടെ. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, മുതലാളിയുടെ കാറിലായിരിക്കാം. അവിടെയും വണ്ടികളുണ്ട് വേറെ ഓട്ടിക്കാനായിട്ട്. ഈ വണ്ടി കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എങ്ങനെയാണ് അവർ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത് അറിയത്തില്ലല്ലോ. നമ്മുടെ അടുത്ത് പറയുന്നത് ടക്കനെ ആയിരിക്കും പറയുന്നത്, പക്ഷേ നാളെ പോകുന്ന കാര്യത്തിന് ഇന്നായിരിക്കും പറയുന്നത്. എന്തായാലും പോകുന്നുണ്ടെന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചു. ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത ലൊക്കേഷൻ എങ്ങനെയാട്ടെന്ന് നോക്കിയിട്ട് അടുത്ത ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും കാണാം. 1 hour later. അപ്പോഴും വെച്ചാൽ ഒരു സമയം വന്നിട്ട് 5:40 ആയപ്പോഴത്തേക്കും നമ്മളൊരു ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ നിന്ന ലൊക്കേഷനിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ നമുക്ക് പോയിട്ട് അടുത്ത് തന്നെ ഒരു ബക്കാലുണ്ട്, അവിടെ പോയിട്ട് ഒരു കുപ്പി വെള്ളം എടുക്കണം. പിന്നെ എന്തെങ്കിലും കേക്കോ ചീസ് എന്തെങ്കിലും എടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്ക് കറക്റ്റായിട്ട് ചോറ് കഴിക്കാൻ പറ്റിയില്ല. ചോറെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിട്ട് കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വന്നിട്ട് ചോറ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് അതിൽ നിന്ന് എന്തോ ഒരു സ്മെല്ല് പോലെ ചെറിയ എന്തോ പെട്ടെന്ന് ചൂടടിച്ചിട്ട് ചോറ് ചീത്തായെന്നാണ് തോന്നുന്നത്. AC ഒക്കെ ഇട്ടിരുന്ന ഫ്രിഡ്ജിനകത്ത് വെച്ച സാധനം കൂടെ, അതിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ അത് ഒഴിവാക്കിയിട്ട് വന്നു. അത് മാത്രമല്ല നമ്മളിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ച് ലേറ്റായിട്ടോ ഇറങ്ങാനായിട്ട്. ഞാൻ വണ്ടിയിൽ വന്നിരുന്ന് കറക്റ്റ് സമയത്ത് തന്നെ വന്നു. പക്ഷേ നമ്മൾ മുതലാളിയമ്മ വരാനായിട്ട് നല്ല ലേറ്റായി. അപ്പോൾ വിചാരിച്ചു അടുത്ത് ഇനി പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഹോട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി കഴിക്കാം. പക്ഷേ ഇവിടെ ഏരിയയിലൊന്നും ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ബക്കാലിൽ തന്നെ പോയിട്ട് എന്തെങ്കിലും ചെറിയ രീതിക്ക് സ്നാക്സ് എന്തെങ്കിലും മേടിച്ചിട്ട് കഴിക്കാമെന്ന് വെച്ചു. മാത്രമല്ല വെള്ളവും തീർന്നു. പിന്നെ ഈ ഇരിക്കുന്ന വെള്ളം ഇത് നമ്മൾ കാറിനകത്ത് എപ്പോഴും കരുതുന്ന വെള്ളമാണ് കേട്ടോ. ചൂടാകുമ്പോൾ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഒരു അരക്കുപ്പി വെള്ളം എപ്പോഴും ഇതിനകത്ത് വെച്ചേക്കും. ഇത് കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമല്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ബക്കാലിൽ പോയിട്ട് ഒരു കുപ്പി വെള്ളം എടുക്കാം. വെള്ളം എടുത്ത് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വേഗം തിരിച്ചിറങ്ങി വരാം. അപ്പോൾ എന്തായാലും ഇപ്പോഴൊന്നും വരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ വണ്ടികൾ പാർക്കിംഗ് കണ്ടോ, ഫുള്ള് പാർക്കിംഗ് ഇങ്ങനെ ഫുള്ള് നിറഞ്ഞിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ബക്കാല. അപ്പോൾ അതിനപ്പുറത്തോട്ട് നമുക്ക് പോയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലേഡീസിൻ്റെ ബ്യൂട്ടി പാർലറാണ്. നമുക്ക് എന്തായാലും ബക്കാല പോയി സാധനം എടുത്തതിന് ശേഷം കാണാം. അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ ചെറിയ ബക്കാലാണൊക്കെ തോന്നിയെങ്കിലും വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു വലിയ കുപ്പി വെള്ളം എടുക്കാം. വലിയ കുപ്പി വെള്ളം എടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വണ്ടി കയറിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്ന് എന്തോ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് വേണം. ഏതെടുക്കാൻ 7 days എടുക്കാം. ഇതിൻ്റെ ചോക്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രോബെറി നോക്കട്ടെ ഏതാണെന്നുള്ള. സ്ട്രോബെറി ഇത് മതി. ഇനി നമുക്ക് 2 സാധനം എടുത്തു. സ്ട്രോബെറിയും ചോക്ലേറ്റും രണ്ടും കൊള്ളാം കേട്ടോ. എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ട്രോബെറിയാണ്. നമുക്ക് ഇനി നേരെ ബില്ലടിക്കാം. അതിന് മുന്നായിട്ട് ഇവിടുത്തെ ബേക്കറി ഐറ്റംസ് ഒന്ന് നോക്കാം കേട്ടോ. അത് അരിമുറുക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ദൂരെ നോക്കിയപ്പോഴത്തേക്കും കാണാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിമുറുക്ക് പോലെയുള്ള സാധനമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാം ഇവിടെ ചെയ്യുന്ന ബേക്കറി ഐറ്റംസാണ്. മഞ്ഞ കേക്കൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇതൊന്നും നമുക്കിപ്പോൾ നോക്കണ്ട, ശമ്പളം കിട്ടിയെങ്കിൽ മേടിക്കായിരുന്നു. അപ്പോൾ ഈ എൻ്റെ ഫേവറേറ്റ് സാധനം, ഞാൻ കുറേ നാൾ തപ്പിയിടുന്ന സാധനമാണ് കേട്ടത്. ഇത് ചീസ് പേ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിന് പല സ്ഥലത്തും പല പേരിട്ട് വിളിക്കും. ഇതൊരെണ്ണം എടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. അകത്ത് ചീസൊക്കെ വെച്ചിട്ടുള്ളത്.
2 റിയാലാണ് ഇതിൻ്റെ വില. എന്തായാലും ബില്ലടിച്ച് അപ്പോൾ മച്ചാമാരെ സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 7 റിയാലായിട്ടുണ്ട്. 7 റിയാലിന് നമുക്ക് സത്യം പറഞ്ഞാൽ നഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരു 6 റിയാലൊക്കെ ആകത്തേ ഉള്ളൂ കേട്ടോ, ദോശയും ചായയൊക്കെ കുടിച്ചിട്ട് വരാനായിട്ട്. ഇതിപ്പം വേറെ വഴിയില്ലാത്തതുകൊണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുപ്പി വെള്ളം മേടിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുപ്പി വെള്ളം ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. അല്ലെങ്കിൽ ഇതിനകത്തെ ചെറുത് മേടിക്കണം, 1 റിയാൽ 50 ഹലാലേക്ക് വെച്ചിട്ട്. ഇതൊക്കെ മേടിക്കണമെങ്കിൽ ഒരു 4 എണ്ണം വാങ്ങുമ്പോൾ 2 റിയാൽ. ഇതൊരൊറ്റ കുപ്പി 2 റിയാൽ, അത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. പിന്നെ നമുക്ക് അടുത്ത ലൊക്കേഷൻ വല്ലതും ഉണ്ടെങ്കിലും പിന്നും പോയി അടുത്ത കടയൊന്നും ഇല്ലെങ്കിൽ പാടല്ല, അങ്ങനെ ഇത് മേടിച്ചു കേട്ടോ. അപ്പോഴും മച്ചാമാരെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇവിടെ പോകുന്നതാണ് കേട്ടോ. ഡ്യൂട്ടി പോകുന്നതാകുന്നില്ല, ഡ്യൂട്ടി ഇനിയും കാണും നൈറ്റൊക്കെ. അപ്പോൾ അതെല്ലാം വീഡിയോസ് എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെട്ടത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസിൽ വീണ്ടും കാണാം. ഒരു മച്ചാൻ നിനക്ക് 2 ദിവസം മുന്നേ എന്തോ കാർത്തിക് എന്ന് എന്താണ് പേര് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചായിരുന്നു, ഡെയിലി വീഡിയോ ഇടും ബ്രോ, റീച്ച് ആവും, നമുക്ക് പെട്ടെന്ന് റീച്ച് ആവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നു. പക്ഷേ ബ്രോ അത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ് ഡെയിലി വീഡിയോ ഇടുന്നത് എന്നെ സംബന്ധിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് എഡിറ്റിങ് ഒരു പരിപാടിയുണ്ട്, അത് ഭയങ്കര ടാസ്ക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ സൗദി അറേബ്യയിലാകുമ്പോൾ അത്ര കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ കുറച്ച് ഒരാഴ്ച അല്ലെങ്കിൽ 4 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഇപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എപ്പോഴും ഒരു വീഡിയോ പെൻഡിങ്ങിൽ കാണും, അത് എടുത്ത് ശരിയാക്കി ചെയ്ത് വന്ന് എടുത്ത് വരുമ്പോഴത്തേക്ക് 3-4 ദിവസമാകും, അതാണ് സത്യം. അപ്പോഴും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.